ലിപ്സ്റ്റിക് തെറ്റി നിന്നെ ഞാൻ കൊല്ലും. പൊളിയേട്ടാ ഇങ്ങോട്ട് നോക്ക് കാത്തു. നിന്റെ സീരിയലിനെ കുറിച്ച് പറയാനാണെങ്കിൽ നീ പറയണ്ട. എന്ത് എന്ത് എടി ആ സീരിയലിന്റെ പ്രൊമോ ഞാൻ കണ്ട്. നിങ്ങളുടെ മറ്റേ ആരെ ഏതൊരു പൂ ഏതോ ചന്ദ്രകാന്തോ ചന്ദ്രികയിലല്ലേ ചന്ദ്രകാന്തം. നിങ്ങളെ പിങ്കീനെ ഔട്ടാക്കിയില്ലേ? ആര് പറഞ്ഞു? ഞാൻ കാണുന്നുണ്ടല്ലോ. എപ്പാ? എന്ത് സീരിയലാണ്? ഇത്രയും നാള് ചേർത്ത് പിടിച്ചിട്ട് ആദ്യം വില്ലത്തിയാക്കി പിന്നെ ചേർത്ത് പിടിച്ച് ഇപ്പൊ അടുത്ത് ഒഴിവാക്കാൻ നോക്കുന്നത്. അവിടെ എന്താണ് ഈ കൊല്ലുന്ന സ്ക്രിപ്റ്റ് എഴുതിയിട്ട്? എന്റെ കാർത്തു എപ്പ നോക്കിയാലേ എന്റെ സീരിയലിനെ മാത്രം കുറ്റം പറഞ്ഞോണേ, അല്ല വേറെ ഒന്നും വരൂലേ നിങ്ങക്ക്? ഓ കുറ്റം കണ്ടുപിടിക്കാനുള്ള സാധനങ്ങളാണല്ലോ ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അത് എന്ത് കുറ്റം? എന്ത് കുറ്റം? അല്ല ലിപ്സ്റ്റിക് ഒക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റണം. കുറെ നേരം കൊണ്ട് ഇങ്ങനെ വരച്ചോണ്ടിരിക്കണല്ല. നിങ്ങളെ സീരിയലിന്റെ അത്ര ഞാൻ എന്തായാലും വരയ്ക്കുന്നില്ല. എന്ത് എന്റെ സീരിയലിന് എന്ത് കുഴപ്പം? ചന്ദ്രകാന്തത്തിന് എന്ത് കുഴപ്പം? അതിലെന്താ ഇനി കുഴപ്പം ഉണ്ടാവാ? ഇല്ലാത്തത് എന്താണ്? എന്താ ഉള്ളത്? എന്താണ്? അല്ല ഉള്ളതല്ലേ എത്രയോ ഉണ്ട്. ഇല്ലാത്തത് എന്താണ്? എന്താ പ്രശ്നം? എന്താ നിങ്ങൾക്ക്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത്രയും കോമഡി ആയിട്ടുള്ള സീരിയലൊന്നും ഞാൻ കണ്ടിട്ടില്ല. ആ സീരിയൽ ഇപ്പൊ തന്നെ നമുക്കൊരു ഷൈ ആയിട്ട് അയ്യേ ഇത് എന്തോന്നത് ഇങ്ങനെയൊക്കെ നടക്കുവോ, അയ്യോ ഇത് എന്തോന്ന് അഭിനയത്. അയ്യോ ഇതുപോലെ തന്നെ പല സിനിമകൾ കാണുമ്പോഴിരിക്കും അയ്യോ ഇതെന്തോന്ന് സിനിമ എന്ന് എനിക്കും തോന്നാറോ. അത് 2 മണിക്കൂറല്ലേ? ഇതിപ്പോ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് പതിവ്. വീട്ടിൽ കയറാൻ വയ്യ ഫുള്ള് സീരിയൽ. ഞാൻ മാത്രോ ആ പിങ്കിനെ കണ്ടിട്ട് സഹിക്കുന്നില്ല. പിങ്കിക്ക് ഇപ്പൊ എന്ത് കുറവുണ്ടായിട്ടാണ് ആ മറ്റേ അവ പറയുന്നത് ഞാൻ അവളെ സ്നേഹിച്ചിരുന്നു. അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഈ കാർത്തു കാര്യം അറിയാതെ സംസാരിക്കരുത്. കാര്യം പറയൂ. അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇത് ഗൗതം അറിഞ്ഞല്ലോ നന്ദയുടെയും ഗൗതമിന്റെ കുഞ്ഞാണ് ഗൗരി എന്നുള്ളത്. അപ്പൊ ഇത്രയും വർഷം നന്ദ ഈ കാര്യം ഒളിപ്പിച്ച് വെച്ചിട്ട് പെട്ടെന്ന് ഇന്ത്യവരത്തില് ഈ കാര്യം അറിയുമ്പോ ആരെങ്കിലും വിശ്വസിക്കോ? ഇല്ല. അപ്പൊ ഗൗതം വിചാരിച്ചു എന്നല്ല, ഗൗതം പറഞ്ഞു എന്റെ കുഞ്ഞിനെ അന്വേഷിച്ച് ആരെങ്കിലും വരുവാണെങ്കിൽ അവരെ ജയിലിൽ പിടിച്ചിടാനായിട്ട് പറഞ്ഞു. അതിന്റെ പേരിൽ കുറെ ക്ലാഷ് സംഭവങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ ആ സംഭവങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നപ്പോഴാണ് ഗൗതം പറഞ്ഞത് ഗൗരി എന്റെ മകളാണെന്ന്. അപ്പൊ പിങ്കി എല്ലാവരും സത്യങ്ങൾ അറിഞ്ഞല്ല. നന്ദയെ പിടിച്ച് ജയിലിൽ കൊണ്ടുപോയി, നന്ദയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അപ്പൊ പിങ്കിക്ക് ഇത് കേട്ടപ്പോ ഭയങ്കര സങ്കടം. ഗൗരി എന്റെ മകളാണോ എന്നുള്ള ഒരു സങ്കടം. അകത്ത് വന്നിട്ട് ഇതിനെ പറ്റി ചർച്ചകൾ നടത്തിയപ്പോ എന്തോന്ന് ഗൗരി എന്റെ മകളാണ്, നിങ്ങൾ ആരും അത് ചോദിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഇത്രയും വർഷം കുഞ്ഞുങ്ങൾ ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിന്ന നന്ദ പെട്ടെന്ന് കുഞ്ഞും കൊണ്ട് വരുമ്പോ എന്റെ കുഞ്ഞാണെന്ന് പറഞ്ഞ് ആരെങ്കിലും വിശ്വസിക്കോ? അപ്പൊ അതിന്റെ പേരിൽ നടന്ന ചെറിയ ചെറിയ സംഭവങ്ങള് എങ്ങനെയാണ് ഇങ്ങനെ മറ്റേ ഓത്തരെ പോലെ ഇടയ്ക്കിടയ്ക്ക് നിറം മാറാൻ പറ്റുന്നത്? ഇന്നലല്ലേ നീ കരഞ്ഞോണ്ടിരുന്നത് നന്ദനെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത്? നന്ദയെ അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞേ. പക്ഷെ ഇതിപ്പം നന്ദയല്ലല്ലോ ഇവിടെ ചർച്ചാ വിഷയം. ഇവിടെ പിങ്കിയല്ലേ ചർച്ചാ വിഷയം. പിങ്കി ആണെങ്കിലും നന്ദ ആണെങ്കിലും സീരിയൽ തന്നെയല്ലേ? സീരിയൽ തന്നെയാണ്. ഗൗതം എന്തോന്ന് ചെയ്തത്? എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ട് ആക്രമിച്ചു. അത് അവിടെ നന്ദ തന്നെ വിഷയം മാറിയില്ല. അവിടെ എല്ലാവരും കൂടി നന്ദയെ കുറ്റം പറഞ്ഞു. ഗൗതം പറഞ്ഞു ഗൗരി എന്റെ മകളാണ്, ഇനി അതിന്റെ പേരിൽ സംസാരം ഉണ്ടാവരുതെന്ന് പറഞ്ഞപ്പോ ഉടനെ തന്നെ അതിന്റെ പേരിൽ ചർച്ച നടന്നപ്പോ അരുന്ധതി പറഞ്ഞു ശരി നന്ദയുടെയും ഗൗതമിന്റെ മകളാണ് ഇങ്ങനെ തേച്ചെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. അല്ല ഇത് കേള് അത് അപ്പൊ ഗൗതമിന് എത്രത്തോളം നന്ദയോട് പ്രണയമുണ്ടെന്ന് അതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും നാളെ എവിടെയായിരുന്നു ആ പ്രണയമൊക്കെ ഉണ്ട്. ഗൗതം എന്തോന്ന് പറഞ്ഞത് അരുന്ധതി നന്ദയെ കുറ്റപ്പെടുത്തിയിട്ട് വേറെ ഏതോ സിനിമയിൽ പോലും ഇത്രയും വലിയ തേപ്പൊന്നും കണ്ടിട്ടില്ല ഗുരുവായൂരപ്പ. കാർത്തു അപ്പം അരുന്ധതി പറഞ്ഞ് കാർത്തു എന്റെ ഫ്ലോ കളയില്ല കേട്ടല്ല. അപ്പോഴത്തേക്ക് അരുന്ധതി പറഞ്ഞ് നന്ദ കുറ്റക്കാരിയാണ്, ഏതോ ഒരുത്തനിൽ ജനിച്ച കുഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയപ്പോ ഉടനെ ഗൗതം പറഞ്ഞല്ലോ എന്റെ നന്ദ പരിശുദ്ധയാണ്, അവള് തെറ്റുകാരിയാണെങ്കിൽ പോലും അവൾ ഇങ്ങനത്തെ തെണ്ടിത്തരം സ്വഭാവം ഒന്നും കാണിക്കത്തില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഗൗതമിന് എത്രത്തോളം നന്ദിയോട് ഇഷ്ടമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? ഞാൻ അമ്മായിന്റെ കാര്യം കൂടി പറഞ്ഞേ നോക്കട്ടെ. അല്ല അത് ഞാൻ കാർത്തൂനെ സപ്പോർട്ട് ചെയ്യും. അമ്മ ഒരു മറുകട്ടൻ ചാടിയാണെന്ന് ഞാൻ സപ്പോർട്ട് ചെയ്യും. എന്ത് കാർത്തു മറുകട്ടൻ ചാടാത്ത? ഇവിടെ അങ്ങനെയൊന്നുമില്ല. അമ്മായിയമ്മ ഒരു മിനിറ്റ്, എന്നാണ് ഇവിടെ മറുകട്ടൻ ചാടാത്ത? ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ പ്രൊമോയിൽ പോലെ ഞാൻ കണ്ടത് ഞാൻ നന്ദയെ സ്നേഹിച്ചിരുന്നു എന്ന് പിങ്കിയുടെ അടുത്ത് പറയുമ്പോ നെഞ്ചിൽ പൊട്ടി പാട്ടും പാടി മറ്റേ സങ്കടകരമായിട്ട് ഗാനങ്ങളൊക്കെ പാടിയിട്ട് അവിടെ പിങ്കി നടക്കുന്നത് ഞാൻ കണ്ടപ്പോ എനിക്ക് എന്നെ എന്തോ ആയിപ്പോയി. ഇത്രയും നാള് വില്ലത്തിയായി നടന്നിരുന്ന പിങ്കി തന്നെയാണോ എന്ന് തോന്നിപ്പോയി. എങ്ങനെയാ പോലും ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നത് നമ്മുടെ പിങ്കി അല്ലേ? എന്നിട്ട് അവൻ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ?
അങ്ങനെയല്ല കാർത്തു, നന്ദ ഓൾറെഡി ഗൗതമിന്റെ ഭാര്യയല്ലേ, അതുകൊണ്ട് നിയമപരമായിട്ട് വേർപിരിഞ്ഞില്ലല്ലോ. പിന്നെ നന്ദയുടെയും ഗൗതമിന്റെയും ചോരയിൽ കിടന്ന കുഞ്ഞ് മരിച്ചുപോയി എന്ന് എല്ലാരും വിശ്വസിക്കല്ലേ. അപ്പൊ അതുകൊണ്ട് നന്ദയെ കുറ്റം പറഞ്ഞു. പക്ഷെ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞ് ഗൗരി മുന്നിൽ നിൽക്കുമ്പോ നന്ദ ആരെങ്കിലും തള്ളി പറയോ? പിന്നെ സ്വന്തം കുഞ്ഞ് നിൽക്കുമ്പോഴത്തേക്ക് നന്ദയല്ലേ എല്ലാരും സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. എന്റെ അമ്മോ, നീ സീരിയല് കണ്ട് കണ്ട ഒരു സ്ക്രിപ്റ്റും കൂടി എഴുതടി. ഞാൻ ആരാ മോള്, ഇനി അതും ചെയ്താലോ എന്നുള്ളൊരു ആലോചന ഉണ്ട്. അല്ലെങ്കിലേ ഇപ്പൊ നിന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഇനി നീ അതുകൂടി തുടങ്ങിയ ഇതിപ്പോ കഥ ഒരു 2-3 വർഷം കഴിയുമ്പോ അവസാനിക്കാന്നൊക്കെ വിചാരിക്കുക. നീ ആണെങ്കിൽ കഥ തുടങ്ങിയാൽ നിർത്തേയില്ല. ഒരു 5-6-7-10 വർഷമാവും കാർത്തു. വേറെ എനിക്ക് ജീവിക്കും. പിന്നെ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, എന്ത്? നിങ്ങളുടെ സീരിയലിൽ തന്നെ ഞാൻ മറ്റേ ഈ ആദർശ് പത്തരമാറ്റ് എന്നൊരു സീരിയൽ കൂടെ അല്ല, ഒരു മാറ്റം ഇല്ലാത്ത സീരിയല്. ഇത്രയും നാള് പാവാ മരുമോൻ അല്ലെങ്കിൽ ആ ഭർത്താവ് വിചാരിച്ചത് എന്റെ അമ്മയും എന്റെ ഭാര്യയും ഒന്ന് ഒന്നിക്കണേന്നായിരുന്നു. ആ അത്രയും നാൾ ആ ഭാര്യ പറഞ്ഞ് ശരിയാവും ശരിയാവും എന്ന് പറഞ്ഞു. ലാസ്റ്റ് ശരിയായപ്പോ ഭർത്താവിന്റെ അടുത്ത് പറയാണ്ട് കള്ളക്കളി കാണിക്കുന്ന പരിപാടി എന്തിനാണേ നീ സീരിയൽ ഭർത്താക്കന്മാർ ഇങ്ങനെ ഇല്ല. ഇപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്ക്, കാർത്തു എന്റെ സീരിയല് കൊള്ളൂലാത്തത് കൊണ്ടാണ് കാർത്തു ഇങ്ങനെ കുറ്റം പറയണം. പക്ഷെ പ്രേക്ഷകരെ നിങ്ങൾ അതിൽ ആ വലയിൽ വീടരുത്. ഒന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാ ഒന്ന് ചിന്തിച്ചു നോക്ക്, പ്രേക്ഷകരെ തന്നെ ചിന്തിച്ചു നോക്ക്. അല്ലല്ല പറഞ്ഞു. ഇത്രയും നാളും നയനയും ദേവയാനിയും ഒന്നിക്കണമെന്ന് എല്ലാവരും വിചാരിച്ചു. അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഒന്നിക്കാതിരുന്നപ്പോ അവര് തമ്മിൽ ഒന്നിച്ചു. പക്ഷെ ആ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ അനന്തപുരിയിൽ ഒരുപാട് ശത്രുക്കളില്ലേ. ദേവയാനിയെ കൊല്ലാൻ നോക്കിയത് ഏതോ അനന്തപുരിയിലുള്ള ഒരാളല്ലേ. അപ്പം നയനയും ദേവയാനി ഒന്നിച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നയനെ കൊല്ലാനായിട്ട് ആരെങ്കിലും ശ്രമിക്കുമ്പോ അത് തടയാൻ ദേവയാനിക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് ദേവയാനി ഇപ്പോഴും നയനയോട് ഇഷ്ടമില്ല, ദേഷ്യം ഉണ്ട് എന്നുള്ള രീതിയിൽ പെരുമാറുന്നത്. അങ്ങനെ ഇരുന്നോട്ടെ. പക്ഷെ പാവ ആദർശ് എന്ത് ചെയ്തു മക്കളെ? ആദർശിനോട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും പറയാനുള്ള സാഹചര്യം കിട്ടിയില്ല. ഒരെണ്ണത്തിന് ഒരാഴ്ച തീരണ്ടേ? ഇവിടെ എപ്പോഴും ഒരേ സീനില് ഒരാഴ്ചത്തെ ഇങ്ങനെ പറയും. ഇങ്ങനെ ഈ കുറ്റി എന്തെങ്കിലും കാര്യം ഉണ്ടപ്പോഴേ അതിൽ ചെകഞ്ഞ് കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത് കാർത്തൂന്റെ ഒരു സ്വഭാവം. അല്ലാണ്ട് അവര് ചെയ്തു വെക്കുന്നതൊന്നുമല്ല. അല്ല, എന്ത് ചെയ്തു വെക്കുന്നത്? ഈ സാന്ത്വന സീരിയൽ എന്താണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? നല്ലൊരു സീരിയൽ അവസാനിച്ചിട്ട് പിന്നെ എന്തിനാ 2 എന്ന് പറഞ്ഞ് തുടങ്ങി അതിങ്ങനെ കഷ്ടമാക്കുന്നത് എന്തിനാണ്? കാർത്തൂന് വേറെ ഒന്നും ചോദിക്കായില്ലേ? വേറെ ഒന്നും ചോദിക്കായില്ലേ? കുറെ നേരം കൊണ്ട് എന്റെ സീരിയലിന് കുറ്റം പറയണേ. ഇപ്പൊ നിർത്തും എന്ന് ഞാൻ വിചാരിച്ചിട്ട് കാർത്തു ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് പോവേണ്. അങ്ങനെ ഞാൻ സിനിമകൾ നിരത്തട്ടാ, ഓരോ സിനിമകളും. നിങ്ങൾ എങ്ങനെ ഇവിടെ സഹിക്കുന്നതാണ് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നത്. കാർത്തുന് എങ്ങനെയാണോ ദൈവം ഈ റിവ്യൂ, ഈ കാർത്തു ഉണ്ടല്ലോ കുറെ റിവ്യൂ കൊടുക്കേ, അവരെങ്ങനെ കാർത്തുനെ സഹിക്കുന്നു പറയുന്നത് ഇവിടെ എങ്ങനെ സഹിക്കുന്നു ഞാൻ ആലോചിക്കാറുണ്ട്. ഈ സിനിമ റിവ്യൂ കൊടുക്കുന്ന ഇവളെ എങ്ങനെ